നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും. നമ്മളിപ്പോൾ ആണ്ടുഫലങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതിലിപ്പോൾ പറയുന്നത് നമ്മൾ ഭരണി നക്ഷത്രത്തിനെയാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങൾ, പൊതുവായിട്ടുള്ള അർദ്ധദശകാലങ്ങൾ, എത്ര വയസ്സ് വരെ, അതുപോലെ ഈ ഒരു വർഷം സാമാന്യന് ചിന്തിക്കാവുന്ന ചെറിയ ചെറിയ ഫലങ്ങളും ചെറിയ പരിഹാരങ്ങളും പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പഞ്ചാംഗങ്ങൾ മറ്റും നിങ്ങളെ എഴുതി കണ്ടിട്ടുണ്ട്. ഈ നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യശാലികളാണ്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാർ ആയിരിക്കണമെന്നില്ല. അഭിപ്രായ പ്രകടനത്തിൽ മറ്റുള്ളവരുടെ ഹിതാഹിതങ്ങളെ പരിഗണിച്ചെന്ന് വരികയില്ല. മറ്റൊരാളെ പ്രീണിപ്പിച്ചോ സേവിപ്പിച്ചോ കാര്യം കാണാൻ വളരെ പ്രയാസമാണ്. വാസ്തവത്തിൽ അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവർക്ക് ക്ലേശമുണ്ടാക്കുന്നത്. വിദ്യാസമ്പന്നരും പ്രായണ എല്ലാ വിഷയത്തിലും പരിജ്ഞാനമുള്ളവരും ആയിരിക്കുവർ. ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയ പ്രൊഫഷണൽ രംഗങ്ങളിലും ആർട്സ്, കൊമേഴ്സ് തുടങ്ങിയവകളിലും ഉപരി വിദ്യാഭ്യാസം നേടുന്നതിലും ഈ നാളുകാർക്ക് സാധിക്കും. ഏത് കാര്യവും ഗ്രഹിക്കാനും ചെയ്തു തീർക്കാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്ക് പരമ്പരാഗത തൊഴിൽ, കൃഷി, ബിസിനസ് രംഗങ്ങളിൽ മോശമായിരിക്കുകയില്ല. പൊതുകാര്യങ്ങളിൽ ശോഭിക്കുമെങ്കിലും എതിർപ്പുകളും നഷ്ടങ്ങളും തരണം ചെയ്യേണ്ടി വരുന്നതാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വേഗം ഉന്നതിയിലെത്താനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കളെ മിത്രമാക്കാനുള്ള ഇവരുടെ കഴിവ് ഒരു ശ്രദ്ധേയം തന്നെയാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കാൻ തയ്യാറാണ് ആയെന്ന് വരില്ല. തന്മൂലം പരിവർത്തനങ്ങളെയും പരാജയങ്ങളെയും പലപ്പോഴും നേരിടേണ്ടി വരും. ശുദ്ധ ഹൃദയരായ ഇവരുടെ ജീവിതം ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും. ദാമ്പത്യ ജീവിതം വൈകിയാലും സംതൃപ്തമായിരിക്കാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങളിൽ പോലും ആകുകയും വെറുതെ വിഷമിക്കുകയും ചെയ്യുന്ന കൂട്ടരാണിവർ. കഷ്ടപ്പാടിന് തുല്യമായ വിധത്തിൽ ഗുണം കിട്ടിയില്ലെങ്കിലും സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുന്നവരാണ്. കാര്യകാരണങ്ങൾ, വിവേചന സാമർഥ്യം, നല്ല പരിശ്രമശീലവും ഏതിനും കഴിവും ഭരണി നക്ഷത്രകാരികളായ സ്ത്രീകൾക്ക് സ്വതവേ തന്നെ ഉണ്ടാവും. മധ്യമ രജ്ജുവിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഭരണി നക്ഷത്രം എന്നാണ് പറയുക. ഫലങ്ങൾ നമ്മൾ വയസ്സനുസരിച്ചാണ്. പിന്നെ ചില ആൾക്കാർ കാൽ ചിന്തനമെന്നും ഇറക്കി ചിന്തിക്കുവാന്നും അതൊക്കെ പറയുന്നത് വിഡ്ഢിത്തരമാണ്. അത് നിങ്ങൾ സ്വയം അറിവ് കണ്ടെത്തി അത് മനസ്സിലാക്കണം. ദശാകാലത്തിൻ്റെ തുടക്കത്തിൽ ബലാരിഷ്ടകൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണിത്. അതിനെ ആദ്യം നമുക്ക് ദശാകാലം ഒന്ന് നോക്കിക്കളയാം. 10 വയസ്സ് വരെ സാമാന്യന് ശുക്രദശയാണ് പറഞ്ഞ നക്ഷത്രക്കാർക്ക്. അർദ്ധദശാകാലം കൂട്ടുമ്പോഴാണ് ജാതകം എഴുതുകയോ ഗ്രഹനില ഗണിക്കുകയോ ചെയ്യുമ്പോൾ ഇത്ര വയസ്സ്, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര നാഴിക, ഇത്ര വിനാഴിക വരെ ഇന്ന ദശാകാലമെന്ന് ഗണിച്ചെടുക്കാൻ കഴിയും. ഇത് പൊതുഫലങ്ങളാണ് പറയുക. 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ആദിത്യൻ്റെ ദശയാണ്. 16 മുതൽ 26 വയസ്സ് വരെ ചന്ദ്രദശാകാലമാണ്. 26 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ചൊവ്വാദശയാണ്. 33 വയസ്സ് മുതൽ 51 വയസ്സ് വരെ രാഹുർ ദശയാണ്. അതുപോലെ തന്നെ 51 വയസ്സ് മുതൽ 67 വയസ്സ് വരെ വ്യാഴദശയാണ്. 67 വയസ്സ് മുതൽ 19 വർഷം വരെ ശനിദശയും പിന്നിടുന്നു. അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അതുപോലെ തന്നെ ദാസന്മാരാലും ഭൃത്യന്മാരാലും ധനവരുമാനം ഉണ്ടാകും. കുടുംബപരമായ ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടുള്ള വരും. വാത, കോപ, പിത്ത, കഫ കോപത്താലും രോഗം വർദ്ധിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ ശ്രദ്ധിച്ചോളുക. തനിക്ക് തന്നെ നാശം സംഭവിക്കുന്നതും ശനിദശാ ഫലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ പരിഹാര കർമ്മങ്ങളിലൂടെ അതിൻ്റെ കാഠിന്യത്തെ കുറച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അത്യന്തം ഗ്രഹപ്പിഴാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള നല്ല ഒരു ഗംഭീര നക്ഷത്രമാണ് നമ്മുടെ ഈ ഒരു ഭരണി നക്ഷത്രം എന്ന് വേണം പറയാൻ. ഇനി 2026 സാമാന്യനുള്ള ഫലങ്ങളൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. കുടുംബസുഖം, ബന്ധുഗുണം, ഞാൻ പോയിന്റുകൾ മാത്രം എഴുതിയിട്ടാണ് പറയുക. നമ്മൾ തന്നെ ഗണിച്ചിറക്കി ശാസ്ത്രീയമായ ഭാരതീയ ജ്യോതിഷപ്രകാരം ഗണിച്ചിറക്കി ദശാകാലങ്ങളും ഗുണങ്ങളും നിങ്ങളുടെ സ്വഭാവ രീതികളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതല്ലാതെ ഇവിടെ ഒരു കാൽചിന്തനമോ ഇറക്കി ചിന്തിക്കുകയോ അല്ലെങ്കിൽ മറ്റേ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് തനത് ജ്യോതിഷം അല്ലെ തനത് ജ്യോതിശാസ്ത്രത്തിലൂടെ മുന്നോട്ട് പോകുന്ന
വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. കുടുംബസുഖം, ബന്ധുഗുണം, അശന ശയനാദി വിദേശ വസ്തുക്കളുടെ ലബ്ധി, വസ്ത്രാഭരണ ലാഭം, ദാമ്പത്യ സൗഖ്യം, ധനധാന്യ ലാഭം, ആജ്ഞാഗുണം, പ്രതാപം, ജനസ്നേഹം തുടങ്ങിയ ഫലങ്ങൾ വർഷാരംഭം മുതൽ ജൂൺ 1 വരെ ശുക്രന്റെ ഇഷ്ടസ്ഥിതി കൊണ്ടുള്ള ഫലങ്ങളാണ്. എന്നാൽ ചാരവശാൽ ഈ കാലഘട്ടം വളരെ ദോഷകരമാണ്. വ്യാഴം 3-ൽ നിന്ന് കഴിഞ്ഞാൽ മുറവിളി കൂട്ടുമെന്നാണ് ചൊല്ല്. എല്ലാ കാര്യങ്ങളിലും ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദോഷപരിഹാരത്തിനായി വ്യാഴാഴ്ച വ്രതം മുതലായവ കാര്യവിഘ്നം, മത്സരം, മനസ്താപം, ഗുരുദ്വേഷം, ഇഷ്ടബന്ധു കാര്യവിഘ്നം, ഇഷ്ടബന്ധു കാര്യവിഘ്നം, അതുപോലെ വിയോഗങ്ങൾ, കുടുംബത്തിൽ ചില വിയോഗങ്ങൾ ഉണ്ടാകാനും, അപകടസന്ധികൾ, രോഗപീഠകൾ, പിന്നെ മൃത്യുക്ലേശാദി ദുഃഖങ്ങളെ എന്നിവ പ്രായമനുസരിച്ച് തുടങ്ങിയ ഗൗരവമുള്ള ദോഷങ്ങൾ തരണം ചെയ്യുവാൻ കഴിയും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയുമല്ല, ഈ ഒരു വർഷം മുഴുവൻ 7.5 ശനികാലം, ശനി 12-ൽ നിൽക്കുകയാണ്. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പരിഹാരമായി ശനിയാഴ്ച വ്രതം മുതലായ ശനിപ്രീതി കർമ്മങ്ങൾ കൂടി അനുഷ്ഠിച്ച് ഇരിക്കുന്നത് നല്ലതായിരിക്കും. ശനിയാഴ്ച വ്രതം മുതലായവ ഏറ്റവും അത്യുത്തമമാണ്. അതുപോലെ തന്നെ ബാലാരിഷ്ടകൾ, വിദ്യാഭ്യാസത്തിൽ പ്രശ്നം, ഗ്രഹത്തിലും ജോലിസ്ഥലത്തും പലവിധ വൈഷമ്യങ്ങൾ, വാഹനാപകട സന്ധി, ദാമ്പത്യക്ലേശം, സന്താന അരിഷ്ട ഫലങ്ങൾ, പകർച്ചവ്യാധി, അശൗചം തുടങ്ങിയ ദോഷഫലങ്ങളെ തരണം ചെയ്യുവാൻ കഴിയും. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെ സ്ഥിതി വലിപ്പം കൊണ്ട് ഏത് കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുവാനും, എന്നാൽ വ്യാഴപ്രീതി കർമ്മങ്ങൾ തുടരേണ്ടതാണ്. വ്യാഴത്തെ ഈശ്വരനെ മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. തന്മൂലം ഒക്ടോബർ 31 മുതൽ വർഷാവസാനം വരെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി, ഓർമ്മശക്തി, ബുദ്ധിഗുണം, പരീക്ഷാ വിജയം, ജോലി ലാഭം, വിദേശ ഗുണം, ധനധാന്യ അഭിവൃദ്ധി, വിവേകസിദ്ധി, ബന്ധു സൗഹൃദം, സന്താന ലാഭം, സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ, സന്താനങ്ങളുടെ കൂടെ പോയി താമസം, ആത്മീയ കാര്യങ്ങളിൽ ഇടപെടൽ, സജ്ജന സഹകരണം, ബഹുമതി, രോഗബാധിതർക്ക് വിദഗ്ധ ചികിത്സാ സൗകര്യം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഭരണി നക്ഷത്രക്കാർക്ക് വളരെ വളരെ വളരെയധികം കൂടുതലാണ്. ഞാൻ ഗണിച്ചിറക്കി എഴുതിയിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയമാണ്. ശാസ്ത്രീയമായിട്ട് തന്നെ ഗണിച്ച ഇതിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാം മനസ്സിലാക്കി അതിൻ്റെ വ്യാഴത്തിനെ പ്രസാദിപ്പിക്കുക, വ്യാഴത്തിനെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, മഹാവിഷ്ണുവിങ്കൽ പ്രത്യേകം പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുക, പാൽപ്പായസം, തുളസിമാല, അങ്ങനെയൊക്കെ ഇത്യാദി ഏതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാൽ അത് തിരക്കിയതിനു ശേഷം നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച വ്രതവും ശനിയാഴ്ച വ്രതവും ഇപ്പോൾ എടുക്കുവാണെങ്കിൽ അത്യന്തം ഗ്രഹപ്പഴകളൊക്കെ മാറിക്കിട്ടാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. സ്ത്രീകൾ പരിപൂർണമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പ്രസവം, മറ്റു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓപ്പറേഷനുകളൊക്കെ തരണം ചെയ്തു പോകാനായിട്ടുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ കേസ്, വഴക്ക്, വക്കാണ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള വിഷയങ്ങളിലും ചിലതിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തിരസ്കരണീ മന്ത്രം കൊണ്ടുള്ള മന്ത്രജപങ്ങളും പുഷ്പാഞ്ജലികളും അർച്ചനകളും ഒക്കെ നടത്തുന്നത് അത്യുത്തമമായിരിക്കും. കാര്യതടസ്സങ്ങളോ വിഘ്നങ്ങളോ ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെയും ക്ഷേത്രദർശിനി ആണെങ്കിലും വലുതായിട്ട് പേടിക്കാനൊന്നുമില്ല. എല്ലാത്തിനും ഉള്ള പരിഹാരങ്ങൾ ചെയ്തു കണ്ടുകാൽ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ ഈശ്വരൻ നമ്മളെ സഹായിച്ചിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുക, ദേവാലയ ദർശനം നടത്തുക, ശനിപ്രീതി വരുത്തുക, എള്ളുകിഴി സമർപ്പിക്കുക, അല്ലെങ്കിൽ നീരാഞ്ജനം കത്തിക്കുക, അതുപോലെ തന്നെ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുക, നെയ്യഭിഷേകം നടത്തുക, ശബരിമല ദർശനം നടത്തുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാഠിന്യങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ശനി മോശഗ്രഹമൊന്നുമല്ല, എല്ലാം തരികയും എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ മോശം എന്ന് പറയുന്നത്. 3-ലെ വ്യാഴം അലറി വിളിക്കുമെന്നൊക്കെ പഴഞ്ചൊല്ലിൽ പറയുന്നത് അതുകൊണ്ടൊക്കെയാണ്. സഹോദരങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാകുക, സഹോദരങ്ങളുടെ ഭാര്യമാർ തമ്മിൽ ശത്രുതയുണ്ടാകുക, സ്ത്രീകളാണെങ്കിൽ നത്തൂൻപോരുണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് സാമാന്യനെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. എങ്കിൽ തന്നെ കാഠിന്യം കൂടുമ്പോൾ എന്തൊക്കെയോ പ്രയോഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ യന്ത്രധാരണം നടത്തുന്നത് നല്ലതാണ്. യന്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ പൂജാവിധാനങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടുക. 9446141155 വിളിക്കുക. സാമാന്യ കാര്യങ്ങളൊക്കെ വാട്സപ്പ് വഴി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ചെയ്തു തരാം. അതിനുവേണ്ടി നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ളവർ മാത്രം
വിശ്വാസവും പിന്നെ എന്താ പറയുക, ഈശ്വര സാന്നിധ്യം വേണമെന്നും ആലോചിക്കുന്നവർക്കും തടസ്സങ്ങൾ മാറണമെന്ന് ആലോചിക്കുന്നവർക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വിളിപ്പുറത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സാമാന്യ പരിഹാരങ്ങളൊക്കെ ഒരുപാട് നിങ്ങളുടെ തൊക്കിനൊതുങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരാൻ തൽപരനാണ് ഞാൻ. അതുകൊണ്ട് വിളിക്കുക. വീണ്ടും നമ്മൾ തമ്മിൽ കാണണം. കണ്ടേ തീരു, കാണും. ഗുരുവായൂരപ്പൻ പ്രസാദിപ്പിച്ചാൽ, ഗുരുവായൂരപ്പൻ സമ്മതിച്ചാൽ നമ്മൾ വീണ്ടും 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 കാണും.